പോട്ടെ. താങ്ക് യു അമ്മ. ഗോഡ് ബ്ലസ് യു ടു. പോയിട്ട് അമ്മോടൊക്കെ ഉണ്ട് നോക്കിയിട്ട്. ഓക്കെ, ഇതിലും വലിയ ഭാഗ്യം എന്ത് വേണം അല്ല? മാറ്റമില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് വിളിച്ച് പറയാനല്ല. ഒരുപാട് ഭരണകർത്താക്കന്മാരുണ്ട്, ഒരുപാട് ഇതിഹാസം സൃഷ്ടിച്ച വ്യക്തികളുണ്ട്, ഒരുപാട് വീരശൂര പരാക്രമികളുണ്ട്. തോക്കുകൾ കൊണ്ടും ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും എല്ലാം കീഴടക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇന്നേക്ക് 2025 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പേ 33.5 വയസ്സിൽ കാൽവരിയുടെ പുറത്തളത്തിൽ ചങ്കിലെ രക്തം നൽകി സ്നേഹം കൊണ്ട് ലോകത്തെ മേൽക്കീ മറച്ച ഒരേ ഒരു വ്യക്തിയെ ചരിത്രം പറയുന്നു, ബൈബിൾ പറയുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത അനന്യനായ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. പുല്ലുണങ്ങും പൂവാടും ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുമെന്ന് വചനം പറയുന്നു. അത് നീ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഞാൻ ഒരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷകനായ ദൈവമേ, എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു എന്നൊരു വാക്ക് നീ പറഞ്ഞാൽ, ആ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നീ ആശ്രയിച്ചാൽ, ഒന്ന് നീ നിൽക്കുന്ന ആ ഇപ്പിടത്തിൽ തന്നെ, ബസ് സ്റ്റോപ്പിലായിക്കൊള്ളട്ടെ, എവിടെയുമായിക്കൊള്ളട്ടെ, ഓട്ടോറിക്ഷ പേട്ടയിലുമായിക്കൊള്ളട്ടെ, ഒരു വാക്ക് നീ പറഞ്ഞാൽ, അതെ, നിന്റെ ഹൃദയത്തിലെ വേദനകളെ, നിരാശകളെ, നിന്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥനകളെ, ഞെരുക്കങ്ങളെ അറിയുവാൻ ശക്തിയുള്ള ദൈവമാണ് യേശു. ആ യേശുവിന്റെ രക്തം നിന്റെ കടും ചുവപ്പ് പോലെയുള്ള പാപങ്ങൾ ഹിമം പോലെ വെളുപ്പിക്കും. അതെ, യേശുവിന്റെ രക്തം നിന്റെ കടും ചുവപ്പ് പോലെയുള്ള പാപങ്ങൾ ഹിമം പോലെ വെളുപ്പിക്കും. അതെ പ്രിയ സുഹൃത്തെ, നിനക്ക് വേണ്ടി 2 വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ ആയിരിക്കുന്ന ഇടത്ത് വെച്ച് തന്നെ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരു സാഹചര്യമായിക്കൊള്ളട്ടെ, മദ്യപാനം, മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA പോലെയുള്ള ഏതൊരു ലഹരി വസ്തുക്കൾക്കും കുടുങ്ങിക്കെടുക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, പ്രാർത്ഥന, അതെ, അത് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ശക്തിയുള്ളതത്രേ. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി